ഹലോ ഫ്രണ്ട്സ്, സ്കൂൾ ടീച്ചേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് +2 സയൻസ് ഗ്രൂപ്പിൻ്റെ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയേക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാർച്ച് 2017, 2018, 2019 നടന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തുടർന്നുള്ള ചാപ്റ്റേഴ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. അപ്പോൾ അതിനകത്ത് 2017 1 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ലെറ്റ് ആർ ബി എ റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ ഈസ് ഈക്വൽ ടു 1, 2, 3 ബൈ റിലേഷൻ ആർ ഈസ് ഈക്വൽ ടു 1,3 ദെൻ 3,1 ദെൻ 2,2. അപ്പോൾ ഇതിനകത്ത് ആർ എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, റിഫ്ലക്സീവ് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്, ഇതിൽ ഏതാ ഓപ്ഷൻ എന്ന് റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന റിലേഷൻ സിമെട്രിക് ആണ്. ഇനി എന്തുകൊണ്ടാണ് സിമെട്രിക് ആയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആർ എന്ന് പറയുന്ന റിലേഷനകത്ത് എ കോമ ബി പെയർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് പെയർ ആയിട്ടുള്ള ബി കോമ എയും കൂടെ ഉണ്ടെങ്കിൽ ആറിനെ നമുക്ക് സിമെട്രിക് എന്ന് വിളിക്കാം. ഇനി നമുക്ക് ഈ ഒരു കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ അടുത്ത് ആർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആർ ഡിഫൈൻ ചെയ്തേക്കുന്നതിൽ ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് 1,3 ആണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് പെയർ 3,1 ആ റിലേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സിമെട്രിക് എന്ന് വിളിക്കാം. കൂടെ 2,2 പെയർ വന്നിട്ടുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് 2,2 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആർ എന്ന് പറയുന്ന റിലേഷൻ സിമെട്രിക് ആണ്. ഇനി എന്തുകൊണ്ട് റിഫ്ലക്സീവ് ആയില്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 1,1 എന്ന പെയറും 3,3 എന്ന പെയറും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി എന്തുകൊണ്ട് ട്രാൻസിറ്റീവ് അല്ല എന്ന് ചോദിച്ചാൽ ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ 1,2 പെയർ വന്നാൽ നെക്സ്റ്റ് പെയർ 2,3 ആണെങ്കിൽ അടുത്ത ഒരു പെയർ വരാനുള്ളത് 1,3. ആ ഒരു പെയർ, ഈ ഒരു കോമ്പിനേഷൻ ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിതിനെ ട്രാൻസിറ്റീവ് എന്ന് വിളിക്കാനും പറ്റത്തില്ല. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് എഫ് ഓഫ് ജി ആൻഡ് ജി ഓഫ് എഫ് ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1 ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 1. അപ്പോൾ ചോദിച്ചേക്കുന്ന ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, 2 മാർക്ക് ക്വസ്റ്റ്യൻ. ദെൻ ഇവിടെ തന്നേക്കുന്ന എഫ് ഓഫ് എക്സ് മോഡ് എക്സ് പ്ലസ് 1 ആൻഡ് ജി ഓഫ് എക്സ് 2x മൈനസ് 1. ഇനി എങ്ങനെയാണ് എഫ് ഓഫ് ജി കണ്ടുപിടിക്കുക എന്നുള്ളത് ഇങ്ങനെയാണ്. എഫ് ഓഫ് ജി എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഇവിടുത്തെ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 2x മൈനസ് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ പ്ലേസിൽ ആ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തൊക്കെ ഇങ്ങനെയാണ്, മോഡ് എക്സ് പ്ലസ് 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 2x മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ മോഡ് 2x മൈനസ് 1 പ്ലസ് 1 എന്ന് വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് മോഡ് 2x ദാറ്റ് ഈസ് ഈക്വൽ ടു 2x. അപ്പോൾ എഫ് ഓഫ് ജി എന്ന് പറയുന്നത് 2x ആണ് ആൻസർ. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത കണ്ടുപിടിക്കാനുള്ളത് ജി ഓഫ് എഫ് ആണ്. ജി ഓഫ് എഫ് ഡിഫൈൻ ചെയ്തേക്കുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം, ജി ഓഫ് എഫ് ഓഫ് എക്സ് എടുക്കുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മോഡ് എക്സ് പ്ലസ് 1. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ പ്ലേസിൽ എക്സിൻ്റെ പ്ലേസിൽ മോഡ് എക്സ് പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് 2 ഇൻറ്റു എക്സ് മൈനസ് 1 എന്നാണ്. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ മോഡ് എക്സ് പ്ലസ് 1 കൊടുക്കാം. നമുക്ക് ആൻസർ കിട്ടുന്നത് 2 ഇൻറ്റു മോഡ് എക്സ് പ്ലസ് 1 മൈനസ് 1. ഇതാണ് ജി ഓഫ് എഫ് കിട്ടുന്നത്. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ n cross n by a comma b star c comma d that is equal to a plus c comma b plus d. ഇങ്ങനെയാണ് ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫൈൻഡ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഫോർ സ്റ്റാർ ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം, 2 മാർക്ക് ക്വസ്റ്റ്യൻ. പിന്നെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് നമ്മളൊരു ഐഡൻറ്റിറ്റി ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പെയർ എന്ന് പറയുന്നത് ഇ കോമ എഫ് ആണ്. അപ്പോൾ അതിനകത്ത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തന്നിരിക്കുന്ന ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കാം. ഇതിന് അവിടെ വരാൻ പോകുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് എ കോമ ബി സ്റ്റാർ ഇ കോമ എഫ് നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ ബൈ ഡെഫിനിഷൻ നമ്മൾ തന്നിരിക്കുന്ന ഓപ്പറേഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്. എ കോമ ബി സ്റ്റാർ സി കോമ ഡി എന്ന് പറയുന്നത് എ പ്ലസ് സി കോമ ബി പ്ലസ് ഡി ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ എന്ത് ചെയ്യണം, എ പ്ലസ് ഇ ആണ് അതിൻ്റെ റിസൾട്ട്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ബി പ്ലസ് എഫ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ ആ ഒരു ബൈനറി ഓപ്പറേഷൻ്റെ റിസൾട്ട്. ഇനി നമുക്ക് ഐഡൻറ്റിറ്റി ആണെന്ന് ചെക്ക് ചെയ്യാം.
ദെൻ ഇങ്ങനെ ഫോർ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആവണമെങ്കിൽ എ പ്ലസ് ഇ എന്ന് പറയുന്നത് എ തന്നെ ആയിരിക്കണം. അതായത് ഇ എന്ന് പറയുന്ന എലമെൻറ്റ് സീറോയും ബി പ്ലസ് എഫ് എടുക്കുമ്പോൾ ബി തന്നെ കിട്ടണം. അതായത് എഫ് എന്ന് പറഞ്ഞാൽ സീറോ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയിട്ട് എടുത്ത ഇ കോമ എഫ് എന്ന് പറഞ്ഞ പെയറിൽ ഇ സീറോ എഫ് സീറോ, അതിപ്പോൾ എന്താണ് എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സീറോ സീറോ വാല്യൂസ് ആയതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്, അങ്ങനെയുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 2018 ചോദിച്ചത്. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് മൈനസ് 1 ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, കണ്ടീഷൻ എക്സ് നോട്ട് ഈക്വൽ ടു 1, ദെൻ ഫൈൻഡ് എഫ് ഓഫ് എക്സ്, ദെൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. ദെൻ ഇവിടെ എഫ് ഓഫ് എക്സ് തന്നേക്കുന്നത് എക്സ് ബൈ എക്സ് മൈനസ് 1. ഇനി ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തതെന്ന് നോക്കാം. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പം ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ പ്ലേസിൽ ആ ഫംഗ്ഷൻ തന്നെ റീപ്ലേസ് ചെയ്യണം. നമ്മൾ ചെയ്ത എത്രയേ ഉള്ളൂ, എഫ് ഓഫ് എക്സിന് വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ബൈ എക്സ് മൈനസ് 1 ആയിരുന്നു. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ബൈ ഡെഫിനിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ബൈ എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ എക്സിൻ്റെ പ്ലേസിലെല്ലാം ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എക്സ് ബൈ എക്സ് മൈനസ് 1. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. നിങ്ങളിതൊരു ഈ വീഡിയോ പൗസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻവേഴ്സ് ഓഫ് എഫ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ മിക്ക എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈസി മെത്തേഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന് നമുക്ക് വൈ ആയിട്ട് എടുക്കാം, അടുത്ത വേരിയബിൾ വൈ ആയിട്ട് എടുക്കാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതായത് എക്സ് ബൈ എക്സ് മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ. ഇനി ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ, എക്സ് വാല്യൂ കണ്ടുപിടിക്കുക ഇൻ ടേംസ് ഓഫ് വൈ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ് ഈക്വൽ ടു ഓപ്പറേഷൻ ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ വൈ ഇൻറ്റു എക്സ് മൈനസ് 1 ദാറ്റ് ഈസ് എക്സ് വൈ മൈനസ് വൈ. അത് ഇംപ്ലൈസ് ചെയ്യുന്നത് എക്സ് മൈനസ് എക്സ് വൈ ഈക്വൽ ടു വൈ എന്ന് കിട്ടും. ഇത് നമുക്ക് എക്സ് കോമൺ എടുത്താൽ എക്സ് ഇൻറ്റു 1 മൈനസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ. ഇവിടെ നിന്ന് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു വൈ ബൈ 1 മൈനസ് വൈ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇൻവേഴ്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ് ആൻഡ് വൈ നമുക്ക് സ്വൈപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആൻസർ ഇങ്ങനെ വരും, എക്സ് ബൈ 1 മൈനസ് എക്സ്. ഒന്നുകൂടെ പറയാം, നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം എഫ് ഓഫ് എക്സ് വൈ എന്ന് എടുത്തു. ദെൻ എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ബൈ എക്സ് മൈനസ് 1 എന്നതാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ. ഇനി ചെയ്യാനുള്ളത് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഓപ്പറേഷൻ എക്സ് ഇൻ ടേംസ് ഓഫ് വൈ കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുക. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ ബൈ 1 മൈനസ് വൈ എന്ന് കിട്ടും. ഇനി എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത് വൈയെ റീപ്ലേസ് ചെയ്ത് എക്സ് എഴുതിയാൽ മതിയാവും. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈക്ക് വരെ എക്സ് എഴുതുമ്പോൾ എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഈസ് ഈക്വൽ ടു എൻ ക്രോസ് എൻ ബൈ സ്റ്റാർ ബി എ ആൻഡ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ ഡിഫൈൻഡ് ബൈ എ കോമ ബി സ്റ്റാർ സി കോമ ഡി ഈസ് ഈക്വൽ ടു എ പ്ലസ് സി കോമ ബി പ്ലസ് ഡി. ഇങ്ങനെയാണെങ്കിൽ ഫൈൻഡ് 1,2 സ്റ്റാർ 2,3. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സ്റ്റാർ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എടുക്കാനുള്ളത് ഇതിൻ്റെ കണ്ടുപിടിക്കാനുള്ളത് 1,2 സ്റ്റാർ 2,3 ആണ്. അപ്പോൾ അത് പ്യൂറായിട്ട് ആ റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ബൈ ഡെഫിനിഷൻ തന്നിട്ടുണ്ട് എ കോമ ബി സ്റ്റാർ സി കോമ ഡി എന്ന് പറയുന്നത് എ പ്ലസ് സി കോമ ബി പ്ലസ് ഡി ആണ്. അപ്പോൾ അതിനകത്ത് എ ബി സി ഡി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എ ഈക്വൽ ടു 1 എടുക്കുക, ബി ഈക്വൽ ടു 2, സി ഈക്വൽ ടു 2 എടുക്കുക, ഡി ഈക്വൽ ടു 3. അപ്പോൾ 3 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക, എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3,5. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നിരിക്കുന്ന ഡെഫിനിഷൻ ഓപ്പറേഷൻ നമുക്ക് എടുക്കാം, എ കോമ ബി സ്റ്റാർ സി കോമ ഡി. ആൻസർ എ പ്ലസ് സി കോമ ബി പ്ലസ് ഡി. ഇനി എന്താണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. ദെൻ സി കോമ ഡി വേറൊരു ഓപ്പറേഷൻ എടുത്തു. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എ കോമ ബി സ്റ്റാർ സി കോമ ഡിയും അതിൻ്റെ ഓപ്പോസിറ്റ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് സി കോമ ഡി
സ്റ്റാർ എ കോമ ബി, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് സി കോമ ഡി സ്റ്റാർ എ കോമ ബി ആണ്. അപ്പോൾ അതിൻ്റെ ബൈ ഡെഫിനേഷൻ സി പ്ലസ് എ ആണ്. ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് സി പ്ലസ് എ. അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് ഡി പ്ലസ് ബി ആണ്. ഡി പ്ലസ് ബി, ബൈ ഡെഫിനേഷൻ ഡി പ്ലസ് ബി. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് സി പ്ലസ് എയെ തിരിച്ചെഴുതാൻ പറ്റും എ പ്ലസ് സി എന്ന്. ഡി പ്ലസ് ബിനെ നമുക്ക് വീണ്ടും തിരിച്ചെഴുതാൻ പറ്റും ബി പ്ലസ് ഡി എന്ന്. ഇനി ഇതിൻ്റെ റിസൾട്ട് കമ്പയർ ചെയ്താൽ മനസ്സിലാവും, ഈ ഒരു റിസൾട്ടും എ പ്ലസ് സി ആൻഡ് ബി പ്ലസ് ഡി അതേ തന്നെയാണ് ഇവിടെയും വന്നേക്കുന്നത്, എ പ്ലസ് ബി ആൻഡ് ബി പ്ലസ് ഡി. അതായത് ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന രണ്ട് ഓപ്പറേഷൻ, ഇത് ഫസ്റ്റ് വൺ എ കോമ ബി സ്റ്റാർ സി കോമ ഡി ആയിരുന്നു, രണ്ടാമത്തെ ഓപ്പറേഷൻ സി കോമ ഡി സ്റ്റാർ എ കോമ ബി. അപ്പോൾ രണ്ട് ഈക്വൽ ആയിട്ട് വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് കമ്മ്യൂട്ടേറ്റീവ് എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനുള്ളത് അസോസിയേറ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ അസോസിയേറ്റീവിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കൺസിഡർ ചെയ്യാം. നമ്മൾ എടുക്കുന്ന പേഴ്സ് എന്ന് പറയുന്നത് എ കോമ ബി, സി കോമ ഡി, ദെൻ ഇ കോമ എഫ്, എലമെൻറ്റ് ഓഫ് സെറ്റ് എ. ഇനി നമ്മൾ അസോസിയേറ്റീവിനായിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഓപ്പറേഷൻ ഇതാണ്. നമ്മൾ എ കോമ ബി സ്റ്റാർ സി കോമ ഡി സ്റ്റാർ ഇ കോമ എഫ്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ വരും? ഈ ഒരു ഓപ്പറേഷൻ നോക്കിയാൽ മനസ്സിലാവും. നമ്മളിവിടെ ഇതാണ് ആദ്യം അസോസിയേറ്റ് ചെയ്ത് പെയറാക്കി എടുത്തേക്കുന്നത്. ദെൻ അതിനെ വിത്ത് ഓപ്പറേഷൻ ചെയ്യുന്നത് എ കോമ ബി ആണ് ബൈനറി ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഫസ്റ്റ് ഈ ഒരു പെയറിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് നോക്കാം. സി കോമ ഡി സ്റ്റാർ ഇ കോമ എഫ്. അപ്പോൾ അതിൻ്റെ ആൻസർ പറയുന്നത് ബൈ ഡെഫിനേഷൻ സി പ്ലസ് ഇ, അതാണ് ഫസ്റ്റ് വാല്യൂ. ദെൻ ഡി പ്ലസ് എഫ്, ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി ഔട്ട് സൈഡിലുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് എ കോമ ബി സ്റ്റാർ ആണ്. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് സി പ്ലസ് ഇയെ ഒരു എലമെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ ഡി പ്ലസ് എഫിന് വേറൊരു സിംഗിൾ എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബൈ ഡെഫിനിഷൻ വരുന്നത് എ പ്ലസ് സി പ്ലസ് ഇ ആണ് അടുത്ത ആൻസർ ആയിട്ട് വരുന്നത്. എ പ്ലസ് അടുത്ത നെക്സ്റ്റിലെ എലമെൻറ്റ് സി പ്ലസ് ഇ. അടുത്ത ആൻസർ എന്ന് പറയുന്നത് ബി പ്ലസ് അടുത്ത എലമെൻറ്റ് ഡി പ്ലസ് എഫ്. ഇങ്ങനെയാണ് ബൈ ഡെഫിനിഷൻ ആൻസർ വരുന്നത്. ഇനി സിമ്പിളാണ്. ഇതിനകത്തുനിന്ന് ഈ ഒരു ഓപ്പറേഷൻ നിന്ന് ഇയും എഫ് നമുക്ക് ഈ ബൈനറി ഓപ്പറേഷൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് വെളിയിൽ കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇ ആൻഡ് എഫ്, ഈ ഓപ്പറേഷനിലെ ഇയും എഫും നമ്മൾ ഔട്ട് സൈഡ് കൊണ്ടുവന്നു. ദെൻ ആ റിലേഷൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ദെൻ എ പ്ലസ് സി കോമ ബി പ്ലസ് ഡി സ്റ്റാർ ഇ കോമ എഫ്. ഇനി നമുക്ക് ബൈ ഡെഫിനേഷൻ എ പ്ലസ് സിയും കോമ ബി പ്ലസ് ഡിനെ ഇതിൻ്റെ തന്നിരിക്കുന്ന ഗിവൺ ഡെഫിനേഷൻ വെച്ചിട്ട് എ കോമ ബി സ്റ്റാർ സി കോമ ഡി ആണ്. അപ്പോൾ ഈ എൻ്റെ റിസൾട്ട് എന്താണ് കിട്ടിയത്? ഇവിടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. അതായത് ഇവിടെ ഫസ്റ്റ് ഓപ്പറേഷൻ ഇവിടെ ഇതായിരുന്നു നമ്മൾ അസോസിയേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ദെൻ ഫൈനൽ ഓപ്പറേഷനിൽ ഫസ്റ്റ് രണ്ട് പെയറുകളായി ആണ് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഒരു ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് എന്നാണ് എൻ്റെ എൻഡ് റിസൾട്ട്. therefore ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, then x element of r, then find f of g of x. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ. അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, സൈൻ ഫംഗ്ഷൻ ആണ്, സൈൻ എക്സ്. ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ. അപ്പോൾ അതിനകത്ത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ ജി ഓഫ് എക്സ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വരും, സൈൻ ഫംഗ്ഷൻ ആയതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് യു ആൻഡ് വി ബി ടു ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ആർ as u of x equal to 2x minus 3 and v of x equal to 3 plus x by 2. Prove that u and v are inverse to each other. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു, 2019 ക്വസ്റ്റ്യൻ. ദെൻ ഇതെങ്ങനെയാണ് ഇൻവേഴ്സ് ടു ഈച്ച് അതർ എന്ന് ചെക്ക് ചെയ്യുന്നത്? അതായത് u ഓഫ് വിയും v ഓഫ് യുവും കണ്ടുപിടിക്കുക. u ഓഫ് v ഈക്വൽ ടു എക്സ് തന്നെ വരികയാണെങ്കിൽ ഇൻവേർട്ടിബിൾ ആയിട്ട് കിട്ടും. അതല്ല v ഓഫ് യുവും എക്സ് തന്നെ വരികയാണെങ്കിൽ നമുക്ക് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. അതെങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ യു ഓഫ് ഇ കണ്ടുപിടിക്കുന്നു. യു ഓഫ് ഇ ഓഫ് എക്സ് ഈക്വൽ ടു യു ഓഫ് വി ഓഫ് എക്സ്.
അപ്പോൾ യു എന്നാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് 2x - 3. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ വി ഓഫ് എക്സിൻ്റെ വാല്യൂ 3 + x/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ വരും 2 ഇൻറ്റു 3 + x/2 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് തന്നെ ആൻസർ ആയിട്ട് കിട്ടും. ഇനി അതിൻ്റെ മീനിങ് എന്താണ്? യു ഓഫ് ഇൻവേർട്ടിബിൾ എന്നാണ് എൻ്റെ അർത്ഥം. ദെൻ വി ഓഫ് യു കണ്ടുപിടിച്ച് നോക്കാം. വി ഓഫ് എക്സ് എന്ന് പറയുന്നത് വി ഓഫ് യു ഓഫ് എക്സ് ആണ്. ഇനി എക്സിൻ്റെ ഫംഗ്ഷൻ വി ഡിഫൈൻ ചെയ്തേക്കുന്നത് 3 + x/2 ആയിട്ടാണ്. ആ 3 + x/2 എക്സിൻ്റെ പ്ലേസിൽ യു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വാല്യൂ എന്ന് പറഞ്ഞാൽ 2x - 3. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 3 + 2x - 3/2. ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും എക്സ് തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? വി ഓഫ് യുവും ഇൻവേർട്ടിബിൾ എന്നാണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ ഫംഗ്ഷൻ പി ഈസ് ഡിഫൈൻഡ് ആസ് ടു ഈച്ച് പേഴ്സൺ ഓൺ ദ എർത്ത് ഈസ് അസൈൻഡ് ടു എ ഡേറ്റ് ഓഫ് ബർത്ത്. ഈസ് ദിസ് ഫംഗ്ഷൻ 1 on 1? ഗീവ് ദ റീസൺ. പിന്നെ അത് എല്ലാ ആൾക്കാർക്കും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അസൈൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ അർത്ഥം മെനി പേഴ്സൺ ടു 1 ഡേറ്റ് ഓഫ് ബർത്ത്. മെനി 1 ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ. പക്ഷെ ചോദിച്ചേക്കുന്നത് 1 on 1 ആണെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നോ. ഇത് ഒരു മെനി 1 ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Consider the function f defined on 0 to π/2 range, then given by f of x equal to sin x. G define ചെയ്തിരിക്കുന്ന range 0 to π/2 given by g of x equal to cos x. അപ്പോൾ പ്രൂവ് ചെയ്യാനുള്ളത് ഷോ ദാറ്റ് എഫ് ആൻഡ് ജി ആർ 1 on 1 ഫംഗ്ഷൻസ്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എഫ് പ്ലസ് ജി 1 on 1 വൈ. അത് രണ്ടുമാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് സൈൻ എക്സ് എന്നാണ്. ഇത് 1 on 1 ഫംഗ്ഷൻ പ്രൂവ് ചെയ്യുന്നത് സിമ്പിളാണ്. അതായത് ഇപ്പോൾ ഒരു 2 വേരിയബിൾ x1 ആൻഡ് x2 എടുക്കുക. അപ്പം x1ലെയും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക, x2 വെച്ചിട്ടും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. രണ്ട് ഫംഗ്ഷനും ഈക്വൽ ആണെങ്കിൽ x1 ഈക്വൽ ടു x2 എന്ന് വരും. അതായത് ഓൺലി ഒരു വേരിയബിളിന് ഒരു ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് കിട്ടും. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും നോക്കാം. നമ്മൾ x1 x2 എടുത്തു. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നാണ് പ്രൂവ് ചെയ്യുള്ളത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡെഫിനേഷൻ സൈൻ x1 ആണ്. സൈൻ x1 ഈക്വൽ ടു സൈൻ x2 ആണെങ്കിൽ എന്തായാലും x1 ഈക്വൽ ടു x2 ആയിരിക്കും. അതായത് ഇപ്പോൾ ഇവിടുത്തെ തന്നിരിക്കുന്ന റേഞ്ച് 0 to π/2 ആണ്. π/2 90 ഡിഗ്രി. അപ്പോൾ 0 to 90 ഡിഗ്രിക്ക് ഇടയ്ക്ക് ഏത് വാല്യൂ എന്നാലും സൈൻ ഫംഗ്ഷന് യുണീക്ക് വാല്യൂസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് എഫ് ഈസ് 1 on 1. ഇനി അടുത്ത ഫംഗ്ഷൻ തന്നിരുന്നത് ജി ഓഫ് എക്സ് കോസ് എക്സ് ആണ്. കോസ് എക്സ് ഇതുപോലെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ എടുക്കാനുള്ളത് ജി ഓഫ് x1 ഈക്വൽ ടു ജി ഓഫ് x2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ കോസ് x1 ഈക്വൽ ടു കോസ് x2 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? x1 ഈക്വൽ ടു x2. അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള വേരിയബിൾ കൊടുത്താലും ഫംഗ്ഷൻ കൊടുത്തിട്ട് അത് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ആ രണ്ട് വേരിയബിളും സെയിം ആയിരിക്കും എന്നാണ് അർത്ഥം. x1 ഈക്വൽ ടു x2. അതായത് ജിയും 1 on 1 ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. അതെന്ന് പറയുന്നത് ഇങ്ങനെ എടുക്കുക. എഫ് പ്ലസ് ജി ഓഫ് x1 ആൻഡ് എഫ് പ്ലസ് ജി ഓഫ് x2 നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ x1 x2 നമ്മൾ എടുത്തു. x1 x2 എടുക്കുമ്പോൾ സൈൻ x1 പ്ലസ് കോസ് x1 ഈക്വൽ ടു സൈൻ x2 പ്ലസ് കോസ് x2. ഇനി നമുക്ക് സൈൻ ഫംഗ്ഷൻ ഒരു സൈഡിൽ കൊണ്ടുവരാം. സൈൻ x1 മൈനസ് സൈൻ x2 ഈക്വൽ ടു കോസ് x2 മൈനസ് കോസ് x1. ഇനി എന്താണ് സൈൻ എ മൈനസ് സൈൻ ബി? അതിൻ്റെ റിസൾട്ട് എന്താണ്? സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയുന്നത് 2 സൈൻ എ മൈനസ് b/2 ഇൻറ്റു കോസ് എ പ്ലസ് b/2 ആണ്. അതിൻ്റെ റിസൾട്ട് നമുക്ക് എടുക്കാം. 2 സൈൻ എ മൈനസ് b/2 ഇൻറ്റു കോസ് എ പ്ലസ് b/2. അതായത് 2 സൈൻ x1 മൈനസ് x2/2 ഇൻറ്റു കോസ് x1 പ്ലസ് x2/2. ഇനി കോസ് എ മൈനസ് കോസ് ബി. കോസ് എ മൈനസ് കോസ് ബി എന്ന് പറയുന്നത് 2 സൈൻ എ മൈനസ് b/2 ഇൻറ്റു സൈൻ എ പ്ലസ് b/2 ആണ്. അപ്പോൾ ആ റിസൾട്ട് നമ്മളവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ആ 2 സൈൻ x1 മൈനസ് x2/2 ഇത് ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ റിമൈനിങ് ആയിട്ടുള്ളത് കോസ് x1 പ്ലസ് x2/2 സൈൻ x1 പ്ലസ് x2/2 ആണ്. ഇനി കോസ് വാല്യൂം സൈൻ വാല്യൂം ഈക്വൽ ആയിട്ട് വരുന്നത് ആംഗിൾ എന്ന് പറയുന്നത് π/4 ആണ്. അതായത് 45 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്തായിരിക്കും? x1 പ്ലസ് x2/2 വാല്യൂ 45 വന്നാലേ കോസ് ഫംഗ്ഷനും സൈൻ ഫംഗ്ഷനും ഈക്വൽ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കിട്ടുന്ന റിസൾട്ട് ഇതാണ്. x1 പ്ലസ് x2/2 ഈസ് ഈക്വൽ ടു π/4.
അപ്പോൾ ഇത് ഇംപ്ലൈസ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. x1 ഈക്വൽ ടു ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ π/2 മൈനസ് x2 എന്ന് കിട്ടും. അതായത് 2 4 ക്യാൻസൽ ചെയ്ത് π/2 എന്ന് എഴുതാം. അപ്പോൾ x1 പ്ലസ് x2 π/2 ആയി. ദാറ്റ് ഈസ് x1 ഈക്വൽ ടു π/2 മൈനസ് x2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്ക് ഇവിടെ ഒരു 1-on-1 ഫംഗ്ഷൻ ഇല്ല. അതായത് കോസ് വാല്യൂവും സൈൻ വാല്യൂവും രണ്ട് ഫംഗ്ഷനും ഒരു പോയിന്റിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഓഫ് ജി എന്ന് പറയുന്നത് നോട്ട് 1-on-1. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ നമ്പർ ഓഫ് 1-1 ഫംഗ്ഷൻസ് ഫ്രം എ സെറ്റ് കണ്ടെയ്നിങ് 2 elements ടു എ സെറ്റ് കണ്ടെയ്നിങ് 3 elements. ഇതിൻ്റെ ആൻസറാണ് ചോദിച്ചത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഇപ്പോൾ രണ്ട് സെറ്റ് ഉണ്ട്. ഫസ്റ്റ് സെറ്റിൽ 2 എലമെൻറ്റും രണ്ടാമത്തെ സെറ്റിൽ 3 എലമെൻറ്റും ഉണ്ട്. അത് മാപ്പ് ചെയ്യാൻ പറ്റിയ 1-1 ഫംഗ്ഷൻ്റെ നമ്പറാണ് ചോദിച്ചത്. ഇവിടെ ഓപ്ഷൻസ് 2, 3, 6, 8. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 6 ആണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ രണ്ട് സെറ്റ് ഡിഫൈൻ ചെയ്യാണ്. ഫസ്റ്റ് സെറ്റിൽ 2 എലമെൻ്റ് ഉണ്ട്, എ, ബി. സെക്കൻഡ് സെറ്റിൽ 3 എലമെൻറ്റ്, എക്സ്, വൈ, ഇസഡ്. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എയിൽ നിന്ന് എക്സ്, വൈ, ഇസഡിലോട്ട് 3 ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബിയിൽ നിന്നും എക്സ്, വൈ, ഇസഡിലോട്ട് അടുത്ത 3 ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് 1-on-1 ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ 3 + 3 6 ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.